ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ രണ്ടാളും വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വളരെ ഗുണം ചെയ്യുന്ന ഹെയർ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ്. അത് വേറൊന്നുമല്ല, ഉലുവയുടെ വെള്ളം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഉലുവയുടെ ഗുണങ്ങൾ, ഉലുവ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അപ്പോൾ ഉലുവയുടെ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ്. ഇന്ന് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക്, പ്രായമായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ലോസ് ഉണ്ടാകുന്നത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ്. പ്രധാനമായിട്ടും പുരുഷന്മാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻഡ്രജൻ ഹോർമോൺസ്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോൺസ് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടി അതിന്റെ ഭാഗമായിട്ട് നെറ്റി കയറുക, ഫ്രണ്ട് കയറുക, ഫ്രണ്ടിൽ ഈ സൈഡൊക്കെ ശരിക്കും വിസിബിൾ ആയിട്ട് കാണുക, നെറുകുന്ന് മുടി പോവുക, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഇന്ന് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഉലുവ. ഉലുവയുടെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ് കുതിർത്ത ഉലുവയുടെ വെള്ളം. ഈ ഉലുവയില് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. അതിന്റെ വേറൊരു പേരാണ്, അതിനെ ഫൈറ്റോ ഈസ്ട്രജൻ എന്നാണ് പറയുക. ശരിക്കും ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന എഫക്റ്റ് അത് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ, പ്രത്യേകിച്ച് തലോട്ടിയിലെ സ്കിന്നിൽ ഉള്ള നമ്മുടെ ആൻഡ്രജൻ ഹോർമോൺസിന്റെ എഫക്റ്റ് കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഉലുവയുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ മുടി പോയിട്ടുള്ള ആളുകൾക്ക് അവിടെ നല്ല രീതിയിൽ മുടി വരുന്നത്. ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇത് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും ആൻഡ്രജൻ ഹോർമോൺസിന്റെ പ്രോബ്ലംസ് കൊണ്ടാണ് നെറ്റി കയറുന്നത്, കഷണ്ടി വരുന്നതൊക്കെ. ഞാനൊക്കെ സ്ഥിരമായിട്ട് ഡെയിലി ഉലുവയുടെ വെള്ളം ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് ഒരു നേരമല്ല, 2 നേരം ഞാൻ തല കഴുകും, 2 നേരം ഉലുവയുടെ വെള്ളം ഉപയോഗിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉലുവ വെള്ളത്തിലിടും, ആ വെള്ളം ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എടുക്കും, അതേ ഉലുവലിന് വീണ്ടും വെള്ളം ഒഴിച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കും. പിന്നെ ഞാൻ ഉലുവ കളയും, വീണ്ടും പുതിയ ഉലുവ എടുക്കും. മേലും ശരീരത്തിലൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം തല നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യും. അതിനുശേഷം ഉലുവയുടെ വെള്ളം തലയിൽ ഒഴിക്കും, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും മസാജ് ചെയ്യും. എന്നിട്ട് മേല് സോപ്പ് തേക്കുന്ന ആ ഒരു സമയം മാത്രമേ ഞാൻ തലയിൽ വെക്കാറുള്ളൂ, അത് കഴുകിക്കളയും. മുന്നൊക്കെ ജസ്റ്റ് ഞാൻ കിടന്നാൽ ഒന്ന് മുടി ചീകി കഴിഞ്ഞ് ഒരുപാട് മുടി പോയിരുന്നു. അപ്പൊ ശരിക്കും പിടിച്ച് വലിച്ച പോലും മുടി വരില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ തലയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉലുവ. ആർക്കൊക്കെ ജെൻസിന് മുടി ഒഴിച്ചിലുണ്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം. പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, 1 മിനിറ്റിൽ കൂടുതൽ ജെൻസ് ഈ സംഭവം തലയിൽ വെക്കരുത്, നീരിറക്കം വരും. പിന്നെ ലേഡീസിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉലുവയുടെ വെള്ളം ഉപയോഗിച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് രൂപ പറഞ്ഞു തരും. ലേഡീസിന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, തലയിലത്തെ താരൻ, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരും. സ്കിന്നിന് നന്നായിട്ടൊരു സ്മൂത്തി കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നമ്മുടെ ഈ ഒരു ഉലുവയുടെ വെള്ളത്തിന് കഴിവുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ കിളിർത്ത് വരാൻ സാധിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ താരൻ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, ഡെഡ് സെല്ലുകൾ മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, വളർന്നു വരുന്ന മുടീനെ ഹെൽത്തി ആയിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ ഉലുവയ്ക്കുണ്ട്. പിന്നെ നമ്മുടെ മുടി നേരിയതായിട്ട്, അതായത് കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉലുവ. അത് പ്രധാനമായിട്ടും അതിലൊരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ പണ്ട് കാലം മുതലേ എൻ്റെ അമ്മ പറഞ്ഞു തന്നു, അമ്മമ്മ പറഞ്ഞെടുത്തു, അങ്ങനെ നമ്മൾ പണ്ട് കാലം ഉപയോഗിച്ച് വന്നിരുന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇതിൽ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണത്. അപ്പൊ സ്ത്രീകൾക്ക് ഇന്ന പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലൊരു സാധനമാണ് നമ്മുടെ ഉലുവ. നിങ്ങൾക്ക് പീരീഡ്സിന്റെ ടൈമിലുള്ള ഹെയർ ലോസ്, ആഫ്റ്റർ ഡെലിവറി ഹെയർ ലോസ്, PCOD, അതേപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായിട്ട് പ്രോബ്ലംസ് ഉള്ള ആളുകളുടെ ശരീരത്തിൽ PCOS കൊണ്ടുള്ള ഹെയർ ലോസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഉലുവയുടെ വെള്ളം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ജെൻസിന് ഏത് രൂപത്തിലുള്ള ഹെയർ ലോസ് ആണെങ്കിലും അത് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹോർമോൺ ചേഞ്ച് കൊണ്ടുള്ള ഹെയർ ലോസ് ആയിരിക്കും. അവർക്ക് ഉലുവ വളരെ എഫക്റ്റീവാണ്. ഇത്രയും ഡീപ്പായിട്ട് ഒരാൾ ഉലുവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഉലുവയുടെ വീഡിയോ നമ്മൾ ഫസ്റ്റിലിട്ട സമയത്ത് 45 ലക്ഷത്തിലധികം വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്.
അപ്പൊ അന്ന് ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഉലുവയുടെ ഗുണങ്ങളാണ്. ഉലുവയ്ക്ക് കുറച്ച് ദോഷങ്ങളുണ്ട്. ഉലുവയ്ക്കല്ല ദോഷം, നമ്മൾ ചെയ്യുന്നതിലെ തെറ്റുകളാണ്. ഒന്ന്, ഉലുവ ഒരു 24 മണിക്കൂറിലധികം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ആ വെള്ളത്തിന് ബാഡ് സ്മെല്ല് വരിക, വെള്ളം വളരെ ഒരു ദുർഗന്ധമാവുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. ശരിക്കും താളി പോലെയാണ് നമുക്ക് കിട്ടുക. തലയോട്ടിയിലെ സ്കിന്ന് ഹെൽത്തി അല്ലെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. രണ്ടാമത്തെ കാര്യം, തലേന്ന് ഉലുവ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം ഒഴിച്ച്, ഉലുവ കുതിർത്ത വെള്ളം ഒഴിച്ച് കഴുകിയാൽ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകണം. ഉലുവ അരച്ച് നമ്മൾ തലയിൽ തേക്കുമ്പോൾ അത് കഴുകാൻ നല്ല പാടാണ്. ശരിക്കും നമ്മൾ ബട്ടറൊക്കെ തലയിൽ തേച്ചാൽ ഉള്ള അവസ്ഥയായിരിക്കും ഉലുവ നമ്മൾ തലയിൽ തേച്ചാൽ അരച്ചിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഉലുവ അരച്ച് തലയിൽ തേക്കരുത്. അങ്ങനെ നിങ്ങൾ തേച്ച് ശീലമായി കഴിഞ്ഞാൽ, ഉലുവ നല്ല എന്ത് തന്നെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ തേച്ചാൽ മുടിയിൽ ഇത് പിടിക്കും. മുടിയിൽ ഇത് പിടിച്ചിട്ട് പിന്നെ മുടി നിങ്ങൾക്ക് കഴുകിയാൽ ഉണങ്ങാത്തൊരവസ്ഥ വരും, മുടിക്കായ വരും. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഉലുവ ഉപയോഗിക്കാൻ. ഇനി തലനീരിറക്കത്തിന്റെ പ്രശ്നമുള്ള ആളുകൾ, ഈ കോൾഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് നേരം ഉലുവയുടെ വെള്ളം തലയിൽ വെക്കരുത്. ഉലുവ അരച്ച് തലയിൽ വെക്കരുത്. തേച്ചാൽ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉലുവ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്ത്, ബോഡി നന്നായിട്ട് ഹീറ്റായി നിൽക്കുന്ന സമയത്ത് നേരെ കൊണ്ടുപോയി തലയിൽ ഉലുവയുടെ വെള്ളം ഒഴിക്കരുത്. ആദ്യം മേല് കഴുകുക. മേല് തണുത്തതിന് ശേഷം, നമ്മുടെ ദേഹം കഴുകിയതിന് ശേഷം തലയിൽ ഉലുവയുടെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഉലുവയുടെ വെള്ളമല്ലേ സാധാരണ ഒരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഉലുവയുടെ വെള്ളം തലയിൽ തേക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. തലയിൽ എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉലുവ തലയിൽ തേക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ വെള്ളമാണെങ്കിൽ കൂടി ഒരു ക്ലീനിങ് മെത്തേഡാണ് നമ്മുടെ ഉലുവയുടെ വെള്ളം നമ്മുടെ തലയുടെ തൊട്ടിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എണ്ണ തൊട്ട് പറ്റിയിട്ട് ഉലുവയുടെ വെള്ളം അപ്ലൈ ചെയ്യുക. ഉലുവ ശരിക്കും ഒരു ഷാമ്പൂവിന്റെ എഫക്റ്റ് നമുക്ക് തരുന്ന ഒരു സംഭവമാണ്. ഉലുവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം, നമ്മൾ കുതിർത്തതല്ല, അതൊന്ന് ക്രഷ് ചെയ്താൽ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ശരിക്കും ഷാമ്പൂവിന്റെ എഫക്റ്റിൽ നമുക്ക് തല കഴുകി എടുക്കാൻ പറ്റും. അതിൽ ചെമ്പരത്തിരയിലയോ ചെമ്പരത്തിപ്പൂവൊക്കെ ചേർത്താൽ ശരിക്കും ഷാമ്പൂ പോലെ തന്നെ ആയത്. പക്ഷേ നിങ്ങൾ ഉലുവ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഉലുവ കഴുകി കളയാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാർഡ് വാട്ടർ ആണെങ്കിൽ, നിങ്ങൾ തല കഴുകാൻ ഉപയോഗിക്കുന്നത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ട് ഷാമ്പു ചെയ്യുന്നതിൽ തെറ്റില്ല. നോർമൽ വാട്ടറിൽ നിങ്ങൾ തല കഴുകുമ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഷാമ്പുവിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായി കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തല കഴുകിയെടുക്കാൻ പറ്റും. ഒരു പോയിന്റ് കൂടി, ജെൻസ് ഹെയർ ലോസ് ഉള്ള ആളുകൾ, സ്ത്രീകൾ PCOD PCOS അതേപോലെ തന്നെ തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉള്ള ആളുകൾ, ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുടി ഒഴിയുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ, നമ്മുടെ ഹെയർ ഓയിലും ഉലുവയുടെ വെള്ളം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ മുടി ഒഴിച്ചിലൊക്കെ ഒരു 80% മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട്, നിങ്ങൾക്കത് മാറ്റിയെടുക്കണം 100% ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ 1-2 ടെസ്റ്റുകൾ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കണ്ടീഷൻ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സപ്ലിമെന്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഫുഡിൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നിങ്ങളുടെ ഹെയർ ലോസ് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഏട്ടപ്പോൾ പറഞ്ഞു ഷാമ്പു യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എണ്ണ തൊട്ട് പരട്ടിയ പോരാ, കുറച്ചുകൂടെ അധികം നമ്മൾ എണ്ണ പരട്ടേണ്ടി വരും. അല്ലെങ്കിൽ മുടി ചിലപ്പോൾ ഡ്രൈ ആവും, തലയുടെ ഓടൊക്കെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാമ്പു ഇടാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ കൂടുതൽ ഇട്ടതിന് ശേഷം ഷാമ്പു ചെയ്യുക. ഇനി ആഫ്റ്റർ ഹെയർ വാഷ് നിങ്ങൾക്ക് മുടിയോ തലയോ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 3 to 5 ഡ്രോപ്സ് ഹെയർ ഓയിൽ നിങ്ങൾക്ക് മുടിയിലും ഒരു 1-2 ഡ്രോപ്സ് തലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് യാതൊരു ദോഷങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇനി മുതൽ ഉലുവയുടെ വെള്ളം ഉപയോഗിക്കുക. ഡെയിലി ഉപയോഗിക്കണം എന്നില്ല, 1-2 ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ തല കഴുകുന്ന ദിവസങ്ങളിൽ, തല കഴുകുന്നതിൻ്റെ ജെൻസ് ആണെങ്കിൽ ഒരു 1-2 മിനിറ്റ് മുന്നേ, ലേഡീസ് ആണെങ്കിൽ 5-10 മിനിറ്റ് മുന്നേ ഉലുവയുടെ വെള്ളം തലയിൽ തേക്കുക. അല്ലെങ്കിൽ ഉലുവയുടെ വെള്ളം തലയിൽ ഒഴിച്ച് കഴുകുന്ന ഒരു രീതി ആയാലും നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി എങ്ങനെയാണ് നമ്മൾ ഉലുവയുടെ വെള്ളം തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഉലുവയുടെ വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉലുവയുടെ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത്
1 സ്പൂൺ ഉലുവയാണ്. ഒരുപാട് ഉലുവ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ സ്പൂൺ ഉലുവ മതി. ഉലുവ ധാരാളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കട്ടി കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവ വെള്ളമാണ് വേണ്ടത്, കുതിർത്ത വെള്ളമാണ് വേണ്ടത്. അതുകൊണ്ട് ഉലുവയുടെ വെള്ളം നമ്മൾ തയ്യാറാക്കാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം, 1 സ്പൂണ് ഉലുവ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, ഒഴിച്ചു വെക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. നിങ്ങൾ രാത്രിയാണ് ഇത് ഇടുന്നത് എങ്കിൽ രാവിലെ നമുക്ക് ഉപയോഗിക്കാം. അതല്ല രാത്രി ഇട്ടാൽ നമുക്ക് അടുത്ത ദിവസം രാത്രി നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ രാത്രി ഇട്ടത് നമ്മൾ രാവിലെ എടുത്തതാണ് ഈ കാണുന്നത്. ഇത്രയും ആണ് കുതിർന്നിട്ടുള്ളത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള വെള്ളമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം കുടിക്കുകയും ചെയ്യാം. ഇത് തലയിൽ ഉപയോഗിക്കാൻ മാത്രമല്ല കുടിക്കാനും നമുക്ക് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് നല്ലൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. നമ്മൾ ഈ ഉലുവ വീണ്ടും ഉപയോഗിക്കും. ഇത് അധികം പഴക്കമില്ലാത്തത് കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലാണ് ഉണ്ടാവുക. നമുക്ക് അധികം കളറൊന്നും ഉണ്ടാവില്ല ഉലുവയുടെ വെള്ളം, പക്ഷേ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ ഉലുവയുടെ വെള്ളം ഏതൊരാൾക്കും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ കെയർ മെത്തേഡാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എത്ര സമയമില്ലാത്ത ആളുകളും എത്ര തിരക്കുള്ള ആളുകൾക്കും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ്. ഇപ്പോൾ ജോലിയുള്ള ആളുകളായിക്കോട്ടെ, കുറച്ച് തിരക്കുള്ള ആളുകളായിക്കോട്ടെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഉലുവട്ട് വയ്ക്കാൻ ഉള്ള തിരക്ക് അല്ലെങ്കിൽ അത്രയും സമയമില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലയിൽ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ജെൻസ് ആണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ 1-2 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. സ്ത്രീകളാണെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് വരെ വെക്കാം. ഇനി നീരിറക്കം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 15 മിനിറ്റ് വരെയൊക്കെ വെക്കാം. ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഉലുവയുടെ വെള്ളം തലയിൽ തേച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലെ സ്കിന്നൊക്കെ കുതിർന്ന പോലെ ആയിട്ടുണ്ടാവും. അത് ഈ വെള്ളം നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മസാജ് ചെയ്യരുത്. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കൂടും. അതേപോലെ തന്നെ നമ്മുടെ റൂട്ട്സ് ഇല്ലേ, ഒരു സംഭവം നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരിക്കലും ഹാർഡായിട്ട് മസാജ് ചെയ്യരുത്. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലെ സ്കിന്നും അതേപോലെ തന്നെ നമ്മുടെ ഹെയറും കൂടി നിൽക്കുന്ന ഭാഗമില്ലേ, ഹെയറിൻ്റെ റൂട്ട്സ് എന്നാണ് ആ ഭാഗത്തിന് പറയുക, അവിടെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും അത് പഴുക്കുകയും നല്ല രീതിയിൽ പെയിൻ വരികയൊക്കെ ചെയ്യും. ഒരുപാട് ആളുകൾ ഹെയർ കെയറിൽ ചെയ്യുന്ന തെറ്റുകളിലൊന്നാണത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ജസ്റ്റ് തലയിൽ ഒഴിച്ച് കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അത് കഴുകി കളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഹെയർ കെയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഗുണം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജെൻസിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണിത്. മുടി കൊഴിച്ചിലുള്ള ജെൻസും ഇത് ഉപയോഗിച്ച് നോക്കുക. ഹെയർ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു ഹെയർ കെയർ സീരീസിൽ തലയിൽ ഉപയോഗിക്കാവുന്ന ഫസ്റ്റ് സംഭവമായിട്ട് നമ്മൾ ഉലുവയാണ് കാണിച്ചിട്ടുള്ളത്. ഉലുവ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഉലുവ ആദ്യം കാണിച്ചത്. അതിന് അത്രമാത്രം ഗുണങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.